ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യലായിട്ട് ഒരു ഉണ്ണിയപ്പാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. 1 കപ്പ് മൈദയും 1/2 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് റവയും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സോഡപ്പൊടിയും. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് അരിപ്പൊടി പൊടിച്ചു ഉണ്ടാക്കാൻ ഞങ്ങളിവിടെ ഉണ്ടാക്കിയത് മൈദയും ഉണ്ടാട്ടോ കൂട്ടുകാരി. ഇനി ഇതിലേക്ക് നമ്മുടെ ശർക്കര ഒരിക്കലൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കൂട്ടുകാരി. മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇനി നമ്മളെ ഉണ്ണിയപ്പത്തിന് ചേർത്ത് കൊടുക്കുന്നത് ഏലക്കായും നല്ല ജീരകവും കൂട്ടിച്ചേർത്ത് കൊടുക്കും. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റും നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റി കിട്ടും കേട്ടോ. നമുക്കിതൊന്ന് അരമണിക്കൂർ മൂടി വെക്കാം. നമുക്ക് നമ്മുടെ തേങ്ങ ചെറുതായി കട്ട് ചെയ്തതും അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഇങ്ങനെ വറുത്ത് വരണം. കൂട്ടുകാരെ, ഇതൊക്കെ റെഡി ആയിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പത്തിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക. എണ്ണയോട് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നാലുള്ള നമ്മുടെ ഉണ്ണിയപ്പത്തിന് അടിപൊളി ടേസ്റ്റ് കിട്ടുള്ളൂ. ഞാൻ ഇത് കഴിച്ചിരിക്കുന്നു കേട്ടോ കൂട്ടുകാരെ. നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങയും നെയ്യിലാണ് വറുത്തെടുക്കേണ്ടത്. എന്നാലുള്ള നമ്മുടെ ഉണ്ണിയപ്പത്തിനൊക്കെ നല്ല ടേസ്റ്റി കിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എണ്ണ ഒഴിച്ചൊക്കെ ചൂടായ ശേഷം നമുക്ക് അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എണ്ണ നല്ലതായി ചൂടായിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണ ഒഴിച്ചിരിക്കുന്നെങ്കിൽ കുറേ ഒഴിച്ചെടുക്കാം. നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എളുപ്പമാണ് കൂട്ടുകാരെ. അപ്പൊ എല്ലാതും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് കിട്ടും. കുറേ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നല്ല നമ്മുടെ എണ്ണ നല്ല മുരിയുന്നുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം നല്ല മണവും വരുന്നുണ്ട് കൂട്ടുകാരെ. ഇത് ഉണ്ണിയപ്പമൊക്കെ വെന്ത് വന്നിട്ട് നന്നായി നമുക്കിതൊന്ന് കോരിയെടുക്കാം. എനിക്ക് ഇപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ, നല്ല മണം വരുമ്പോൾ. ഞങ്ങളുടെ ഈ ഉണ്ണിയപ്പത്തിൻ്റെ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്താൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കൂട്ടുകാരെ. അപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ കോരിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ. നല്ല ടേസ്റ്റും ഉണ്ടാകും. ഇതിന് നല്ല മണവും ഉണ്ടാവും. ഇത് എളുപ്പമാണ് നമുക്കിതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ. ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തണേ. അപ്പം എല്ലാതും ഇതേപോലെ ചെയ്തെടുത്തിട്ട് പിന്നെ കാണാം. ബൈ.